ആലപ്പുഴയിൽ അമ്മയുടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കിരണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. പുന്നപ്ര സ്വദേശി ദിനേശനെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. സമീപത്തെ പാടത്തുനിന്നാണ് ദിനേശന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശരത് എസ് നൽകും വിവരങ്ങൾ. ശരത് എസ്, മധ്യവയസ്കനെ കൊലപ്പെടുത്തിയത് എന്തിന് എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ തെളിവെടുപ്പിനായി കിരണിനെ അവിടേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കിരൺ എന്താണ് പറയുന്ന കാരണം? സുജയ, നിലവിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യം ഈ കിരണിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടന്നത്. തൊട്ടു മുമ്പേ സമീപത്ത് പാടത്തിലെത്തിച്ചും പറമ്പിലെത്തിച്ചും തെളിവെടുപ്പ് നടന്നു. ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് കിരണിനെ ഇത്തരത്തിൽ നാട്ടുകാർ ആക്രമിക്കുന്നവരെ സാഹചര്യമുണ്ടായി. നാട്ടുകാർ കിരണിനെ തലയ്ക്ക് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ വീണ്ടും കിരണിനെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. നാട്ടുകാരൊക്കെ തന്നെ വളരെ പ്രകോപനപരമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പ്രധാനമായും ഈ ദിനേശൻ നാട്ടുകാർക്കേറെ അറിയുന്ന ആളാണ്. കിരണിനെ നാട്ടുകാർക്ക് പരിചയമില്ല. ചില ഘട്ടങ്ങളിൽ ഇവിടെ വന്ന് പോകാറുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കിരണിനെതിരെയാണ് ഇപ്പോൾ നാട്ടുകാർ നിൽക്കുന്നത്. സംഭവം എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ദിനേശിന്റെ മൃതദേഹം ഇത്തരത്തിൽ ഈ വാടാനത്തെ ഒരു പാടത്ത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം മുഖം തിരിഞ്ഞ നിലയിലായിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടി നടത്തിയ പരിശോധനയിലാണ് ദിനേശാണെന്ന് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിലും കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിലായിരുന്നു ആ സമയത്ത് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഷോക്കേറ്റാണ് ദിനേശൻ മരണപ്പെട്ടത് എന്ന് വ്യക്തമായത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കിരണാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കിരണിന്റെ അമ്മയുമായി ഇത്തരത്തിൽ ദിനേശിന് സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം പല ഘട്ടങ്ങളിലും കിരൺ എതിർക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അങ്ങനെ പല ഘട്ടങ്ങളിൽ എതിർത്തു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ദിനേശൻ വീട്ടിലെത്തിയ സമയത്ത് വീടിന്റെ പുറകുവശത്ത് ഷോക്കേൽക്കാൻ വേണ്ടി ഇത്തരത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഷോക്ക് ഏൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി തന്നെ പിന്നീട് മരണപ്പെടുകയും വീടിന് പുറകുവശത്ത് ജനലിനോ വാതിലിനോ മറ്റോ ഈ വൈദ്യുതാഘാതം ഏൽക്കാൻ പാകത്തിലൊരു കെണി ദിനേശിനെതിരെ ഒരുക്കി. ആ കെണിയിലാണ് ദിനേശൻ കുരുങ്ങിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണ് മരണപ്പെട്ടത്. തുടർന്ന് ഇവിടെ നിന്ന് മൃതദേഹം എടുത്ത് തൊട്ട് സമീപത്തുള്ള പാടത്തേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ഉപേക്ഷിക്കാൻ കിരണിനെ പിതാവ് ഉൾപ്പെടെ സഹായിച്ചു എന്ന ചില വിവരങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവും കിരണിന്റെ മാതാവും ഉൾപ്പെടെ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കിരണിനെയാണ് ഇപ്പോൾ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. നിങ്ങൾ കിരണിനെ അറിയാവോ? അറിയത്തില്ല. ഈ ദിനേശിനെ അറിയാവോ? എങ്ങനെ ഈ കൊലപാതകം നടന്നു? അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ദിനേശിനെ അറിയും. എങ്ങനെ ഈ കൊലപാതകം? അത് കൊലപാതകം എന്തെങ്കിലും നമുക്ക് ദിനേശിനെ അറിയും. ദിനേശിനെ അറിയുമെന്ന് പറഞ്ഞാൽ ദിനേശൻ എന്റെ അമ്മാവന്റെ മരുവാനാണ്. കിരൺ ഈ നാട്ടുകാരനാണോ? നാട്ടിലുണ്ടാവാറുണ്ടോ? ഇവൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവരുമായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുമായിട്ട് തർക്കം ദിനേശനും കിരണുമായിട്ടുണ്ടായിരുന്നു. പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അടുത്തായിരുന്നു എന്തിന്റെ പേരിലായിരുന്നു തർക്കം ഉണ്ടായത്? നമ്മളിങ്ങനെ എന്റെ വീട് അപ്പുറത്താണ്. ഞാൻ ഇങ്ങോട്ട് വരാറില്ല. പക്ഷെ ഇത് കഴിച്ച ഇവിടെ വന്ന് രാത്രി വന്നിട്ട് ഇവനെ തല്ലാറുണ്ട്. കിരൺ തല്ലി ബോധം കെട്ട് പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ദിനേശിന്റെ ബോഡി അന്ന് നിങ്ങൾ കണ്ടായിരുന്നു? ഇല്ല, ഞാനില്ല. ഞാൻ പണിക്ക് പോയിരിക്കാൻ വന്ന് കണ്ടില്ല. നിങ്ങൾ കണ്ടിരുന്നു? ഇല്ല, ഞാൻ അവിടെ വെച്ചാണ്ട ബോഡി. ദിനേശിന്റെ ബോഡി കണ്ടിരുന്നു? കവന്നുകളൊക്കെ ഉണ്ട്. അന്ന് മുഖത്തൊക്കെ പരിക്കുണ്ടായിരുന്നു? മുഖത്ത് ബ്ലഡ് ഉണ്ടായിരുന്നു. നെറ്റിയിലാണ്? അല്ല, മുഖത്ത്. എന്താണ് ദിനേശും കിരണുമായിട്ടുള്ള പ്രശ്നം? അറിയത്തില്ല, എനിക്ക് ദിനേശിനെ മാത്രമേ അറിയത്തുള്ളൂ. അതായത് നാട്ടുകാർ ഈ പറയുന്നത് പോലെ നാട്ടുകാർക്ക് പലർക്കും കിരണിനെ കൃത്യമായി അറിയില്ല. കിരൺ പല ഘട്ടങ്ങളിൽ ഇവിടെ വന്ന് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ദിനേശിനെ എല്ലാവർക്കും അറിയാം. ദിനേശൻ കിരണുമായി പല ഘട്ടങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അവസാനമാണ് കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. വീടിന്റെ പുറകുവശത്ത് നമുക്ക് കാണാം. ഇപ്പോൾ ഈ വീടിന്റെ പുറകുവശത്താണ് ഇത്തരത്തിൽ ദിനേശൻ ഈ ഒരു കെണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കതക് വഴി അകത്തേക്ക് മറ്റോ കടക്കാൻ ശ്രമിച്ചാൽ ഷോക്ക് ഏൽക്കുന്ന രീതിയിലായിരുന്നു ഈ കിരൺ കെണിയൊരുക്കിയത്. ആ രീതിയിൽ ആ കെണിയിലാണ് എന്തായാലും ദിനേശൻ കുരുങ്ങുകയും ചെയ്തത്. നമുക്ക് അതിന്റെ വയറുൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ആ രീതിയിൽ ഒരുപക്ഷെ അത് തന്നെയാവാം ഈ കെണിയൊരുക്കിയതിന്റെ കമ്പി വയറോ മറ്റോ ആണ് ഇവിടെ കാണുന്നത്. ആ രീതിയിൽ പോലീസ് എത്തി. എന്തായാലും പോലീസും ഫോറൻസിക് സംഘവും ഉൾപ്പെടെ ഇവിടെ എത്തി ഇതിന്റെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുകയാണ്. എന്തായാലും കിരൺ ഒരുക്കിയ കെണിയിൽ ദിനേശൻ വീഴുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കിരണിനെ പ്രതി ചേർത്തിട്ടുള്ളത്. ഒപ്പം കിരണിനെ സഹായിക്കാൻ പിതാവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കൊല നടപ്പാക്കിയത് എന്നുള്ളത് വ്യക്തമല്ലേ ശരത്ത്?
തീർച്ചയായും. അതായത് ഇത് മുൻപൊരിക്കൽ കിരൺ ദിനേശിനൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഇനി വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇനി വന്നാൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷേ ദിനേശൻ പിന്നീടും വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ വീടുകൾ തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന വീടാണ്. നമുക്ക് ദൃശ്യങ്ങൾ ഞാനിത് വ്യക്തമായി കാണിക്കാം. അതായത് ഇതാണ് ഇപ്പോൾ ഈ മരണപ്പെട്ട കിരണിന്റെ വീട്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ദിനേശിന്റെ വീട് നിൽക്കുന്നത്. അതായത് ഇരു വീടുകൾ തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രത്തോളം അയൽപക്കക്കാരാണ് ഇരുവരും. പക്ഷേ തർക്കം ഉണ്ടാകുന്നു. ആ രീതിയിൽ പിന്നീട് ആസൂത്രിതമായി കൊലപാതകം നടത്തുന്നു എന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ദിനേശിന് ഭാര്യയും കുട്ടികളും ഉൾപ്പെടെയുണ്ട്. ദിനേശിന്റെ വീട്ടിൽ മറ്റ് സഹോദരികളും മറ്റ് മാതാവും ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിലുണ്ട്. പക്ഷേ കിരൺ ഈ വീട്ടിൽ വല്ലപ്പോഴും വന്നു പോകാറാണ്. ഇവർ ഈ നാട്ടുകാരല്ല എന്നുള്ളതാണ്. കിരണും മാതാവും പിതാവും ഇവിടെ വീടെടുത്ത് താമസിക്കുകയാണ് ഉണ്ടായത്. അവർ അതിൽ തന്നെ കിരണും പല ഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടാവാറില്ല, പലപ്പോഴും വന്നു പോകുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പലർക്കും കിരണിനെ അത്ര അറിയില്ല. പക്ഷേ ദിനേശൻ ഈ നാട്ടുകാർക്ക് സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ദിനേശിനെ വ്യക്തമായി അറിയാം. കൊലപാതകം നടക്കുമ്പോൾ കിരണിന്റെ അച്ഛനും അമ്മയും അവിടെ നേരെ അക്രമം ഉണ്ടാകുന്ന രീതിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതക ദിവസം, അതായത് അന്ന് ഇവിടെ ഒരു ഉത്സവം ഉണ്ടായിരുന്നു. നാട്ടുകാരും മറ്റും ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ദിനേശിന്റെ അച്ഛനും അമ്മയും ആ ദിവസം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് എന്തായാലും നാട്ടുകാരുടെ ദിനേശിനെ അറിയാമോ? ദിനേശൻ എന്റെ അനുസരക്കാരന്. എന്താണ് സംഭവം? അതറിയാൻ വയ്യ. ദിനേശ് ഈ വീട്ടിൽ വേറെ ആരൊക്കെ ഉള്ളത്? ദിനേശിന് ഭാര്യ വയ്യാതെ സുഖമില്ലാതിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മളിത് കണ്ടില്ല. എല്ലാം പോലീസുകാരെ പറഞ്ഞ് എർത്തടിച്ചാണെന്ന് പറഞ്ഞാണ് ഞങ്ങളറിയുന്നത്. നിങ്ങളിത് തൊട്ടടുത്ത വീട്ടുകാർ, എന്താ ഇതിന് തർക്കം എന്നുള്ളതാണ് നിങ്ങൾ? തർക്കമൊന്നുമില്ല. നമ്മളായിട്ട് വീട് വടക്കില്ലേ വീട്ടുകാരോട്ട്. സംഭവിച്ചു. ദിനേശിന്റെ മകനാണ് ഇപ്പോൾ. അച്ഛനെ അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തുമായിരുന്നു. അപ്പൊ ഇവർ അന്വേഷിച്ചപ്പോ ഇത് കൊലപാതകമാണെന്നാണ് ഇപ്പം അറിയപ്പെട്ടത്. എന്തെങ്കിലും അച്ഛനും കിരണുമായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടായിട്ട് അറിയാം? എന്റെ അറിവിലില്ല ഇതുവരെ. ഇപ്പൊ അവരെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു അമ്മ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇവിടെ ചെന്നതിന്റെ പേരിൽ അങ്ങാണ്ട് അവര് പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് ബോധം കെട്ട് പോയെന്ന്. അപ്പം നേരം വെളുത്ത് കഴിഞ്ഞപ്പോ കുഞ്ഞോളമ്മ എന്നാ പേര്. കുഞ്ഞോളമ്മ ഇതിലെ കൂടെ പോയപ്പോ ഇങ്ങനെ നമ്മളോട് പറയുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞങ്ങൾ പറയുകയും ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഇത്ര അടുത്ത് കണ്ടിട്ട് പോലും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഒരു സംസാരങ്ങളോട് ഞങ്ങളോട് പറഞ്ഞു. വെള്ളിയാഴ്ച സംഭവം. ഇപ്പൊ ഒരു മാസത്തെ 1-2 മാസത്തിൽ കൂടുതലായി. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം വീട്ടിൽ നിങ്ങൾ ഉണ്ടായിരുന്നു? അന്ന് എന്തെങ്കിലും ബഹളങ്ങളോ മറ്റോ ഒക്കെ? ഇതറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അന്ന് ഈ ബഹളം കേട്ടായിരുന്നു? ബഹളം ഒന്നും കേട്ടില്ല. തർക്കം ഉണ്ടായിരുന്നു അന്ന് രാത്രി വൈകിട്ട്? അറിയില്ല. അന്ന് ഈ കൊലപാതകം മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് മറ്റു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് അല്ല താമസിക്കുന്നത്. 2 വർഷത്തോളമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു റേഷൻ കടയുണ്ട്. അതിന്റെ അടുത്തായിട്ടൊരു ലോഡ്ജിൽ അച്ഛൻ താമസിക്കുന്നത്. അപ്പം നമ്മളുമായിട്ട് ഒരുവിധ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അച്ഛനോട്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും വെച്ചോ കാണുമോ? ഇതിലെ കൂടെ ഒക്കെ ആണെങ്കിലും വേലിയുണ്ട് ഞങ്ങൾക്ക്. വേലിയുടെ അപ്പുറത്തൂടെ എപ്പോഴും അങ്ങോട്ട് പോകാറുണ്ട്. കുഞ്ഞോളമ്മയുടെ വീട്ടുകാരുമായിട്ടാണല്ലോ അപ്പുറത്തെ എല്ലാവരും നല്ല സഹകരണം വെച്ച് അവരുമായിട്ട് എപ്പോഴും പോവുകയും വിളിയും പറച്ചിലുമുള്ള. പക്ഷെ ഇതിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഇതിലൂടെ നോക്കുന്നുണ്ടായിരിക്കും, നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഈ വീട്ടിലേക്ക് അച്ഛൻ വരുന്നിട്ടില്ല. ഇവിടുന്ന് പോയിട്ട് പിന്നെ ഇന്ന് വരെ മുറ്റത്ത് കയറാൻ അച്ഛൻ വന്നിട്ട് 2 വർഷം ആകുന്നു. തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാറുണ്ട്. ഈ റോഡിൽ കൂടെ എപ്പോഴും അങ്ങോട്ട് പോകാറുണ്ടായിരുന്നു. അന്ന് രാത്രി തർക്കവും മറ്റൊന്നുള്ളതായിട്ട് ഞങ്ങൾ ഒരു ഒച്ചക്കാരൻ അന്ന് ഇവിടെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഉത്സവം നടക്കുമായിരുന്നു ഗുരുമന്ദിരത്തില്. ദിനേശിന്റെ ഭാര്യയാണ്. എന്താ ദിനേശിന്റെ കുടുംബമാണ് നമ്മളോട് പ്രതികരിച്ചത്. അതായത് ദിനേശൻ ഈ വീട് തൊട്ടടുത്താണെങ്കിൽ പോലും ഈ വീട്ടിൽ ദിനേശൻ താമസിക്കാറില്ല. തൊട്ടടുത്തൊരു ലോഡ്ജിലോ മറ്റോ ആണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും ദിനേശൻ വീട്ടിലുണ്ടാവാറില്ല. പക്ഷേ തൊട്ടടുത്ത വീടുകളിലൊക്കെ തന്നെ ദിനേശൻ വന്നു പോകാറുണ്ട്. അവരുമായി ഒക്കെ തന്നെ ദിനേശൻ സൗഹൃദമുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസവും വന്നിട്ടുണ്ടാകാമെന്ന് കൊലപാതകമാണ്. വീടിന്റെ പിന്നിലെ വാതിലിൽ വൈദ്യുതിക്കണി ഒരുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ കിരണിനെ എത്തിച്ച് ദിനേശിന്റെ കൊലപാതകത്തിലെ പ്രതി കിരണിനെ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടക്കുകയാണ്. അതിന്റെ തത്സമയ വിവരങ്ങളും പ്രതികരണങ്ങളുമാണ് ശരത്ത് നൽകിയത്.